BJP ദേശീയ അധ്യക്ഷൻ നിതിൻ നബീൻ ഇന്ന് തൃശൂർ ജില്ലയിലെത്തും. ഒല്ലൂക്കരയിൽ രാവിലെ 10-ന് പരിപാടിയിൽ ചുവരെഴുതിക്കൊണ്ട് അദ്ദേഹം BJPയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കം കുറിക്കും. പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കളുമായി അദ്ദേഹം പ്രത്യേകം കൂടിക്കാഴ്ച നടത്തും. വിവിധ മേഖലകളിലുള്ള പാർട്ടി ഭാരവാഹികളുമായുള്ള കൂടിക്കാഴ്ചയുണ്ട്. അതിനുശേഷം ഉച്ചയ്ക്ക് 1:45-ന് ദേശീയ അധ്യക്ഷൻ കേരളത്തിൽ നിന്ന് മടങ്ങും. സാനു കെ സജീവ് രാവിലെ ചേരുകയാണ് തൃശ്ശൂരിൽ നിന്ന്. രാവിലെ 7:45-ന് കാലടി ശൃംഗേരി മഠവും അദ്ദേഹം സന്ദർശിക്കും. അതിൻ്റെ തത്സമയ സംപ്രേഷണവും ജനൻ TVയിൽ തന്നെ ഉണ്ടാകും. ആദ്യം സാനുവിലേക്ക്. സാനു, തൃശ്ശൂർ ആകെ ആവേശത്തിലാണ് എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ചരിത്രം കുറിച്ച മണ്ഡലമാണ് തൃശ്ശൂർ. ഇവിടെ ഒന്നും നടക്കില്ല എന്നുള്ള എല്ലാ മുൻവിധികളെയും തകർത്തെറിഞ്ഞുകൊണ്ട് BJP കേരളത്തിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അരങ്ങേറ്റം കുറിച്ച് അതല്ലെങ്കിൽ ആദ്യ സീറ്റ് നേടിയ മണ്ഡലമാണ്. എന്തൊക്കെയാണ് ഒരുക്കങ്ങൾ, എന്തൊക്കെയാണ് പരിപാടികൾ, എങ്ങനെയൊക്കെയാണ് തൃശ്ശൂർ ജില്ലയും പാർട്ടി അണികളും സംഘടനാ സംവിധാനവും ഒരുങ്ങിയിരിക്കുന്നത്? നമസ്തേ, ഗുഡ് മോർണിംഗ് സാനു. പ്രദീപ് പിള്ള, ഗുഡ് മോർണിംഗ്. എന്തായാലും രാഷ്ട്രീയ മാറ്റമുണ്ടായത്, രാഷ്ട്രീയ ഭൂപടത്തിലടക്കം മാറ്റമുണ്ടാക്കിയ ഒരു ജില്ലയാണ് തൃശ്ശൂർ. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപിയുടെ മിന്നും വിജയത്തോടു കൂടിയാണ് കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ തന്നെ പുതിയൊരു അധ്യായം BJP കുറിച്ചത്. ആ ജില്ലയിൽ നിന്ന് തന്നെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുന്നു എന്നതാണ് BJP പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായിട്ട് 164-ാം ബൂത്തിൽ, തൃശ്ശൂർ ടൗണിലുള്ള 164-ാമത്തെ ബൂത്തിൽ BJPയുടെ ദേശീയ അധ്യക്ഷൻ തന്നെ ചുവരെഴുതിക്കൊണ്ട് BJP സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ആദ്യ പരിപാടി തന്നെ, ജില്ലയിലെ ആദ്യ പരിപാടി തന്നെ ഈ ചുവരെഴുതിക്കൊണ്ട് തുടക്കം കുറിക്കുകയാണ്. അതായത് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ തൃശ്ശൂർ ജില്ലയിലെ ആദ്യ പരിപാടി തന്നെ വിഭാവനം ചെയ്തിട്ടുള്ളത്. അതിനുശേഷം ബഡ്ജറ്റ് ചർച്ചയാണ് കേരളവുമായി ബന്ധപ്പെട്ട്. അതായത് കഴിഞ്ഞ ഈ കേന്ദ്ര ബഡ്ജറ്റിൽ എന്തൊക്കെയാണ് കേരളത്തിന് നൽകിയിട്ടുള്ളത് എന്നതിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന വിപുലമായിട്ടുള്ള ബഡ്ജറ്റ് ചർച്ചയാണുള്ളത്. അതിൽ സമൂഹത്തിന് നാനാ തുറകളിൽ നിന്നുള്ള പ്രമുഖരെ അടക്കം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ചർച്ചയാണ് സംഘടിപ്പിച്ചിട്ടുള്ളത്. അതിൽ നമുക്കറിയാൻ സാധിക്കുന്നത് 250ഓളം പ്രതിനിധികൾ ഈ ബഡ്ജറ്റിൽ ചർച്ചയിൽ പങ്കെടുക്കും. വികസിത കേരളം എന്നാണ് ആ ചർച്ചയ്ക്ക് തന്നെ നൽകിയിരിക്കുന്ന പേര്. വികസിത കേരളത്തിന് കഴിഞ്ഞ കേന്ദ്ര ബഡ്ജറ്റിൽ എന്തൊക്കെയാണ് നൽകിയിട്ടുള്ളത്, അത് ഏതൊക്കെ തലങ്ങളിലാണ്, കാർഷിക മേഖല, അതേപോലെ തന്നെ വ്യവസായ മേഖല, ആ മേഖലകൾക്ക് എന്തൊക്കെയാണ് ആ ബഡ്ജറ്റിൽ വകയിരുത്തിയിട്ടുള്ളത്, അത് എന്തൊക്കെയാണ് കേരളത്തിന് വേണ്ടിയിട്ട് മാറ്റപ്പെട്ടിട്ടുള്ളത് എന്നടക്കമുള്ള കാര്യങ്ങളിൽ വിപുലമായിട്ടുള്ള ഒരു ചർച്ച നടക്കും. അതിനുശേഷം BJPയുടെ സിറ്റി ജില്ലാ കമ്മിറ്റി ഓഫീസിലാണ് മറ്റ് പരിപാടികൾ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. അതിൽ സംസ്ഥാന അധ്യക്ഷൻ, അതേപോലെ തന്നെ മറ്റ് സംസ്ഥാന ഭാരവാഹികൾ അടക്കമുള്ളവരെ വ്യക്തിപരമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. അതായത് വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്തൊക്കെയാണ് കേരളത്തിൽ നടത്തേണ്ടത്, ഏതൊക്കെ തരത്തിലാണ് പ്രചാരണം കൊഴുപ്പിക്കേണ്ടത്, അല്ലെങ്കിൽ ഏതൊക്കെ മേഖലകളെ കേന്ദ്രീകരിച്ചുകൊണ്ടായിരിക്കണം പ്രചാരണം നടത്തേണ്ടതെന്നടക്കമുള്ള വിഷയങ്ങളിൽ ദേശീയ അധ്യക്ഷൻ തന്നെ സംസ്ഥാന നേതൃത്വത്തിന് അല്ലെ സംസ്ഥാന നേതാക്കൾക്ക് ഓരോരുത്തർക്കുമായിട്ട് പ്രത്യേക നിർദ്ദേശം നൽകുന്ന യോഗവും നടക്കുന്നുണ്ട്. അത് സംസ്ഥാന അധ്യക്ഷനെ ആയിരിക്കും ആദ്യം അദ്ദേഹം കൂടിക്കാഴ്ച നടത്തുക. അതിനുശേഷം സംസ്ഥാന ജനറൽ സെക്രട്ടറിമാർ, സംസ്ഥാന സെക്രട്ടറിമാർ അടക്കമുള്ളവരുമായിട്ട് ഈ ദേശീയ അധ്യക്ഷൻ കൂടിക്കാഴ്ച നടത്തും. എന്തായാലും തൃശ്ശൂരിലെ പരിപാടികൾക്ക് വിപുലമായിട്ടുള്ള ക്രമീകരണങ്ങളും അതിനു വേണ്ടിയിട്ടുള്ള മുന്നോടിയായിട്ടുള്ള എല്ലാ സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട്. കാരണം വലിയ രാഷ്ട്രീയ മാറ്റം ഉണ്ടാക്കിയ ജില്ല, അതേപോലെ തന്നെ 7 നിയോജക മണ്ഡലങ്ങളിൽ 6ഇടത്തും മുന്നേറ്റമുണ്ടാക്കിക്കൊണ്ട് 6ഇടത്തും വ്യക്തമായിട്ടുള്ള ലീഡോടുകൂടി സുരേഷ് ഗോപി ജയിച്ചു വന്ന ഒരു ജില്ലയാണ്. അതുകൊണ്ട് തന്നെ വലിയൊരു രാഷ്ട്രീയ മാറ്റത്തിന് മാറാത്തത് മാറും എന്നുള്ള ഒരു സന്ദേശം കൂടി നൽകുന്നതാണ് തൃശ്ശൂരിലെ പരിപാടികൾ. സാനു, ഇന്നലെ സാനു വിമാനത്താവളത്തിലുണ്ടായിരുന്നു. ശ്രീ നിതിൻ നബീൻ എത്തുമ്പോൾ സാനു അവിടെ നിന്നുള്ള അരുൺ ആലത്തൂരും അവിടെ നിന്നുള്ള ആവേശ കാഴ്ചകൾ പകർത്തി. എങ്ങനെയുണ്ടായിരുന്നു പ്രവർത്തകരുടെ ഒരു പ്രതികരണം? എങ്ങനെയുണ്ടായിരുന്നു ആ ആവേശത്തിൻ്റെ ഒരു വൈബ്? ഇന്നലെ 1:45 ദേശീയ അധ്യക്ഷൻ നിതിൻ നബീൻ കേരളത്തിലേക്ക് എത്തുന്നത്, നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലേക്ക് എത്തുന്നത്. അദ്ദേഹം എത്തുന്നതിന് മണിക്കൂറുകൾ മുൻപ് തന്നെ വിമാനത്താവളത്തിൻ്റെ പരിസരത്ത് BJP പ്രവർത്തകർ തമ്പടിച്ചിരുന്നു. അതായത് അവരുടെ യുവനായകനെ സ്വീകരിക്കുന്നതിന് വേണ്ടി വലിയൊരു ആവേശത്തോടുകൂടി സ്ത്രീകളടക്കമുള്ളവർ, യുവാക്കളടക്കമുള്ള വലിയൊരു ജനസഞ്ചയം തന്നെ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ കാത്തു നിൽക്കുന്ന, അല്ലെങ്കിൽ അവരുടെ ദേശീയ അധ്യക്ഷനെ സ്വീകരിക്കാൻ വേണ്ടി അക്ഷമയോടെ കാത്തു നിൽക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത്.
ഓരോ നിമിഷവും വിമാനത്താവളത്തിന് ഉള്ളിലേക്ക് നോക്കിക്കൊണ്ട് ഭാരത് മാതാവിന് ജയ് വിളിച്ചുകൊണ്ട് കാത്തിരിക്കുന്ന വലിയൊരു ജനവിഭാഗത്തെ നമ്മൾ കണ്ടു. അതേപോലെ തന്നെ അതിനുശേഷം നടന്നിട്ടുള്ള എറണാകുളം ആലപ്പുഴ ജില്ലയിലെ ബൂത്ത് അധ്യക്ഷന്മാരുടെ യോഗത്തിലും സമാന നിലയിലുള്ള ഒരു ആവേശം നമുക്ക് കാണാൻ സാധിച്ചു. അത് ആവേശത്തിനപ്പുറം ഒരു മാറ്റത്തിന് വേണ്ടി തയ്യാറെടുക്കുന്ന പ്രവർത്തകരെയാണ്. അതായത് വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കി. അതേ രീതിയിൽ തന്നെ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയൊരു മുന്നേറ്റത്തിന് നാന്ദി കുറിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു കോപ്പുകൂട്ടൽ എന്ന് പറയാം. എന്തായാലും അത്തരത്തിലുള്ള ഒരു യോഗത്തിലേക്ക് അവരുടെ ദേശീയ അധ്യക്ഷൻ എത്തുമ്പോൾ അതിൻ്റെ ആവേശം അതിൻ്റെ പരകോടിയിലെത്തിയ കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അതേപോലെ തന്നെ ഒരു തെരഞ്ഞെടുപ്പ് വൈബിലേക്ക് അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് BJP സംവിധാനങ്ങൾ ഒന്നായൊക്കെ മാറുന്നു. എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കാൻ വേണ്ടി അവരെ താഴെത്തട്ടിലേക്ക് അല്ലെങ്കിൽ അവരെ കളത്തിലേക്ക് ഇറക്കുന്നതിന് വേണ്ടിയിട്ട് സജ്ജരാക്കുന്ന ഒരു രീതിയിലേക്കായിരുന്നു കാര്യങ്ങളുടെ എല്ലാം കിടപ്പ് നമുക്ക് ഇന്നലെ കാണാൻ സാധിച്ചത്. ദേശീയ അധ്യക്ഷൻ്റെ എല്ലാ വാക്കുകളിലും നിയമസഭാ തെരഞ്ഞെടുപ്പിന് വേണ്ടി അല്ലെങ്കിൽ നിയമസഭാ പോരാട്ടത്തിന് വേണ്ടി തയ്യാറാവണം. അതിന് നിങ്ങൾ നൽകേണ്ടത് എന്തൊക്കെയാണ് കേന്ദ്ര സർക്കാർ നൽകിയിട്ടുള്ള സാധാരണ ജനങ്ങൾക്ക് നൽകിയിട്ടുള്ള സംഭാവനകൾ അല്ലെ അവർക്ക് നൽകിയിട്ടുള്ള ഓരോ നേട്ടങ്ങൾ, സർക്കാരിൻ്റെ ഭരണ നേട്ടങ്ങൾ അടക്കം സാധാരണ ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഓരോരുത്തരും തയ്യാറാവണമെന്ന് അടക്കമുള്ള കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. എന്തായാലും വലിയൊരു ആവേശത്തിലായിരുന്നു പ്രവർത്തകർ. വലിയ ആവേശത്തോടു കൂടി തന്നെയാണ് നേതാക്കളും അദ്ദേഹത്തെ സ്വീകരിക്കാനായിട്ട് ഇന്നലെ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലും പിന്നീട് നടന്ന എല്ലാ പരിപാടികളിലും ഉണ്ടായിരുന്നത്. നിതിൻ നബീൻ കേരളത്തിൽ എത്തി ആദ്യത്തെ സന്ദർശനമാണ് എന്നുള്ളതാണ് അല്ലേ? കാരണം പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം ഇത് ആവേശത്തിന്റെ നിമിഷം തന്നെയാണ്. നേരത്തെ ശ്രീ പ്രദീപ് പിള്ള സൂചിപ്പിച്ചതുപോലെ അത് തന്നെയാണ് ഇന്നലെ നമ്മൾ വിമാനത്താവളത്തിലും കണ്ടത്. എന്തായാലും സ്പന്ദനം അറിഞ്ഞ് കാര്യം ഒരു പക്ഷേ ഈ ഒരു പ്രഖ്യാപനം വർക്കിംഗ് പ്രസിഡന്റ് എന്നുള്ള പ്രഖ്യാപനം വരുന്നത് വരെ ഉത്തരേന്ത്യക്ക് പുറത്ത് പ്രത്യേകിച്ച് ഈ ഭാഗങ്ങളിലെ മാധ്യമങ്ങളിലൊന്നും അത്ര സുപരിചിതമായ ഒരു പേരായിരുന്നില്ല. സംഘടനാ സംവിധാനത്തിൽ സുപരിചിതനായിരുന്നു. കാര്യം അദ്ദേഹം RSSൽ തുടങ്ങി BJPയിലെത്തി, യുവമോർച്ചയിലെത്തി, യുവമോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷനും ദേശീയ അധ്യക്ഷനുമായി പ്രവർത്തിച്ചു. ഒടുവിൽ അച്ഛൻ്റെ കാൽപാത പിന്തുടർന്ന് MLA ആകുന്നു. പരാജയം അറിഞ്ഞിട്ടില്ലാത്തൊരു നേതാവ് കൂടിയാണ് നിതിൻ നബീൻ. 5 വട്ടം നിയമസഭയിലേക്ക് മത്സരിച്ചു, 5 വട്ടവും വിജയമായിരുന്നു. മന്ത്രിയായി പൊതുമരാമത്തും റോഡ് നിർമ്മാണവും നിയമവും അടക്കമുള്ള വകുപ്പുകൾ കൈകാര്യം ചെയ്ത മന്ത്രിയായി. പക്ഷേ ഏറെക്കുറെ ബീഹാറിലും യുവമോർച്ചയിലും സംഘടനാ സംവിധാനത്തിലും ഒതുങ്ങി നിന്നിരുന്ന നിതിൻ നബീനെ പെട്ടെന്നാണ് ദേശീയ ശ്രദ്ധയിലേക്ക്, ദേശീയ ലൈംലൈറ്റിലേക്ക്. 45 വയസ്സും മാത്രമാണ്, 45 വയസ്സ് മാത്രം ആണ് അദ്ദേഹത്തിൻ്റെ പ്രായം. ആ സമയത്താണ് ദേശീയ നേതൃത്വത്തിലേക്ക് വരുന്നത്. എന്ന് മാത്രമല്ല വളരെ കൗതുകകരമായിരുന്നു കാഴ്ച. ഭയങ്കര ഇമോഷണൽ ചില മൊമെൻറ്റ്സ് ആയിരുന്നു. അദ്ദേഹത്തെ പ്രസിഡൻ്റായി വാഴിച്ച ആ നിമിഷങ്ങൾ, ആ സ്ഥാനം ഏറ്റെടുത്ത സമയം മുതിർന്ന നേതാക്കൾ, അതായത് പിതൃതുല്യരായ നേതാക്കൾ, രാജ്നാഥ് സിംഗ്, അമിത്ഷാ, നിതിൻ ഗഡ്കരി, സാക്ഷാൽ നരേന്ദ്രമോദി എന്നിവർ വരുന്നു, കസേര വലിച്ചിട്ട് കൊടുക്കുന്നു, ഇരുത്തുന്നു. ശരിക്കും എനിക്ക് തോന്നുന്നത് നമുക്ക് BJPയിൽ മാത്രമേ കാണാൻ സാധിക്കൂ എന്നുള്ളതാണ്. ഈ ഒരു സംഘടനയിൽ, ഈ ഒരു സംസ്കാരത്തിൽ മാത്രം കാണാൻ കഴിയുന്ന ഒരു സംഗതിയാണ്. കസേരയ്ക്ക് വേണ്ടി കടിപിടി കൂടുന്ന, തസ്തികൾക്ക് വേണ്ടി കടിപിടി കൂടുന്ന ഒരു കാലത്ത്, ഒരു രാഷ്ട്രീയ സംസ്കാരത്തിൻ്റെ കാലത്ത് ഒരു അടുത്തയാളെ കണ്ടെത്തുന്നു, വളരെ സുഗമമായുള്ള അധികാര കൈമാറ്റം നടത്തുന്നു, അല്ലെങ്കിൽ തസ്തിക കൈമാറ്റം നടത്തുന്നു. അതിനുശേഷം മുതിർന്നവരെല്ലാവരും കൂടി വന്നു നിന്ന് അദ്ദേഹത്തെ ചുമതല ഏൽപ്പിക്കുന്നു. എന്നിട്ട് പിന്നെ അടുത്ത് പറയുന്നത് സംവിധാനമനുസരിച്ച്, സംസ്കാരമനുസരിച്ച് ഇനി എൻ്റെയും കൂടി ബോസ് ആണെന്ന് പ്രധാനമന്ത്രി തന്നെ പ്രഖ്യാപിക്കുന്നു. തികഞ്ഞ വിനയത്തോടുകൂടി, യാതൊരു ബഹളവുമില്ലാതെ അദ്ദേഹം വളരെ കൃത്യമായി ഫോക്കസ്ഡായി പ്രവർത്തനം ആരംഭിക്കുന്നു. അതിൻ്റെ പടിയായി ഇവിടെ എത്തുന്നു.